എറണാകുളം പുത്തൻ വേലിക്കരയിൽ പെരിയാറിൽ കുളിക്കാനിറങ്ങിയ 2 പേരെ കാണാതായി. 5 പേരടങ്ങുന്ന സംഘത്തിലെ 2 പെൺകുട്ടികളെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ആരെയൊക്കെയാണ് കാണാതായത്? എന്താണ് ഈ സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? പ്രവിത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് പുത്തൻവേലിക്കരയിൽ നിലവിൽ 3 പെൺകുട്ടികൾ കുളിക്കാനിറങ്ങിയത്. തുടർന്ന് 2 പേരെ കാണാതാവുകയായിരുന്നു. നിലവിൽ 2 പേരെയും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2 പേർക്ക് ജീവനുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അവരെ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെ ഉണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു പ്രാഥമിക അതിവിടെ ഒരു 5 പേര് വന്നിട്ടുണ്ടായിരുന്നു. മൊത്തം 2 പേര് മുകളിലായിരുന്നു. ഒരു കക്ക വരാനാണ് പോയതാണ്. അപ്പോൾ നേരെ അവിടെ ചെന്നപ്പോൾ താഴത്ത് കുഴിയാണത്. നേരെ കുഴിയിലേക്ക് ഇറങ്ങി പോകുന്നത്. എങ്ങനെയാണ് കിട്ടിയോ? 3 പേരെയും 3 ബോഡി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒരു പുള്ള വെന്റിലേറ്ററിലാണെന്നാണ് പറഞ്ഞത്. ബാക്കി 2 ബോഡിയുടെ കേസൊന്നും അറിയില്ല. ഇപ്പോൾ അവർ 2 പേരാണ് ഇപ്പോൾ കൊണ്ടുപോയത്. ഇപ്പോൾ കൊണ്ടുപോയത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ബോഡി കിട്ടിയപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പാണ് മറ്റേ ബോഡി കിട്ടിയത്. അതിന് മുമ്പ് ഫസ്റ്റ് ബോഡി നേരത്തെ കിട്ടി. ഒരാളെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 2 പേരെയും അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പായിരുന്നു സംഭവം. 11:00 കൂടിയാണ് സംഭവം. ഇവർ ഈ പുത്തൻവേലിക്കരയ്ക്ക് സമീപമുള്ള ഈ കാണുന്ന ചാലക്കുടി തോട് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ തോടിന് സമീപത്താണ് എത്തിയത്. ഇവർ ഇവിടെ എത്തി ഈ വെള്ളത്തിലിറങ്ങി കളിക്കുകയായിരുന്നു. അതിനിടയിൽ കക്ക വാരുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ കൗതുകത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിലാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. നാട്ടുകാരും വലിയ രീതിയിൽ അവരെ സഹായിച്ചിരുന്നു. അങ്ങനെയാണ് നിലവിൽ ഈ ആദ്യത്തെ കുട്ടിയെ രക്ഷിച്ച് കരക്ക് കയറ്റിയത്. മറ്റു 2 കുട്ടികളുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്താണ് അവർക്ക് സംഭവിച്ചതെന്നുള്ളത് നിലവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരും എന്നാണ് ലഭിക്കുന്ന വിവരം. വിഷ്ണു, ഇവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണോ? ഇങ്ങനെ അപകടങ്ങളൊക്കെ ഇവിടെ മുൻപും ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇവിടെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായെന്ന് നാട്ടുകാരോട് തന്നെ ചോദിക്കാവുന്നതാണ്. ചേട്ടാ, ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ സമാനമായ അപകടങ്ങൾ ഉണ്ടായിരുന്നു? ഇതിനു മുമ്പ് ഇവിടുത്തെ വലിയൊരു തടയണയുണ്ട്, ഈ മണൽ ബണ്ട്. ആ ബണ്ടിന്റെ അടുത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അപകടം. മരിച്ചിട്ടുണ്ടോ? ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്നെന്താണ് സംഭവിച്ചതെന്നുള്ള ധാരണ? ഇന്ന് ഇവിടെ എന്ന് വെച്ചാൽ വെള്ളക്കുറവുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ ഒരുമാതിരി സേഫ്റ്റി ആയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ അത് പുറത്തെ പുഴയിലേക്ക് നീങ്ങി കഴിഞ്ഞപ്പോഴാണ് കാല് വഴുതി പോയ ഇതേ കുട്ടിയുടെ. അത് അപകടമാണത്. കുട്ടികളുടെ ഒരാളുടെ നില എങ്ങനെയുണ്ട്? ആദ്യം കിട്ടിയ കുട്ടി വലിയ കുഴപ്പമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞേക്കണത്. കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. ആദ്യം കിട്ടിയ കുട്ടിക്ക് വലിയ കുഴപ്പമില്ല. 2 പേരുടെ ബാക്കി 2 പേര് മരിച്ച ഒരു ലക്ഷണമാണ് ഇവിടെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ഇത് എത്ര മണിയോടുകൂടിയാണ് ഇവിടെ? അത് ഒരു 9:30 ഏതാണ്ട് സമയമായിട്ടുണ്ട്. 9:30 അല്ല, ഒരു 10:30 സമയമായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കായിരുന്നു. എൻ്റെ മോള് ഡാൻസിന് പോകുന്ന സമയത്ത് ഇവിടത്തോളം എത്തിയപ്പോൾ ഇവിടെ ആൾ കൂടിയാണ്. അത് തിരിച്ച് അമ്പലത്തിൻ്റെ അവിടെ വന്നുകൊണ്ട് പറഞ്ഞു, അച്ഛാ ദേ അവിടെ വെള്ളത്തിൽ ആൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി വന്നപ്പോഴേക്കും ആരും കാണുന്നില്ല. ഈ വന്നവരൊക്കെ വെള്ളത്തിൽ ചാടി നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ പൊന്തി വന്ന് അതിനെ വേഗം കയറി പിടിച്ച് കരക്കെത്തിച്ച്. അതിന് യാതൊരു കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത് വളരെ ഇതായിട്ടാണ്. ഇവരെവിടുത്തുകാരാണ്? കുട്ടികൾ എവിടുത്തുകാരാണ്? വേളന്തിക്കര വിജേഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ കുട്ടികളും അവൻ്റെ പെങ്ങന്മാരുടെ കുട്ടികളും ഇവിടെ നിന്നാണ്. അവർ കുടുംബത്തിലെ പെങ്ങന്മാരുടെ മക്കള്. അവരെന്തോ അച്ഛൻ്റെ ആവശ്യമായിട്ട് വന്നതാണ് അവിടെ. വലിയ പ്രായമൊന്നുമില്ല. പ്രായം എന്ന് ഇപ്പൊ മരിച്ച കുട്ടി ഒരെണ്ണത്തിന് 13 വയസ്സ് ഏതാണ്ട് 27 വയസ്സ് ഒക്കെ പ്രായമാണ്. അത് കൂടാതെ വേറെ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം അതിൽ 2 പോയി, ഒരെണ്ണത്തിനെ രക്ഷപ്പെടുത്തി. പ്രവിധ, നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. അതായത് ഒരു കുടുംബത്തിലെ ആൾക്കാരാണ്, സഹോദരങ്ങളുടെ മക്കളാണ്. അവരിന്ന് ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കടാനായി ഇളന്തിക്കരയിലാണ് അവരുടെ വീട്. ഇന്ന് 9:30 ഇങ്ങോട്ടേക്ക് എത്തി കുളിക്കുന്നതിന് വേണ്ടി. സാധാരണഗതി നിലവിൽ ഈ പുഴയിൽ വലിയ കാര്യമായ വെള്ളമില്ല, അപകടരഹിതമായ സ്ഥലമാണ്. പക്ഷേ ഇവർ ഈ പുഴയുടെ ഭാഗത്തേക്ക് നീങ്ങിപ്പോയതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിൽ ഒരാളുടെ 3 പേരാണ് മുങ്ങിപ്പോയത്. അതിൽ ഒരാളുടെ ആരോഗ്യനില അപകടം തരണം ചെയ്തിട്ടുണ്ട്. ബാക്കി 2 പേരുടെ ആ കാര്യത്തിൽ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷെ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. ഇതാണ് ആ കാണുന്ന പുഴ. ഇവിടെ കഴിഞ്ഞ വർഷത്തിൽ ബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ തോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ ചെറിയ ഭാഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യമായ പ്രശ്നങ്ങൾ സംഭവിക്കില്ല. പക്ഷെ ഇതിനപ്പുറം എന്തായാലും മഴക്കാലമാണ്, അടിയൊഴുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പുറമേക്ക് അത്ര ഒഴുക്ക് തോന്നില്ല എങ്കിൽ പോലും ജലാശയങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല കാര്യം വിട്ടുനിൽക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഇറങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് ഏറ്റവും നല്ലത്. വിവരങ്ങൾ വിഷ്ണു സുരേഷാണ് നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.